ഞാനിപ്പോൾ ഉള്ളത് MV കവരത്തി കപ്പലിന്റെ ഏറ്റവും ടോപ്പിലുള്ളത്. ഞാൻ ലക്ഷദ്വീപിലേക്ക് എങ്ങനെ ഒരാൾക്ക് യാത്ര ചെയ്യാന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ വിശദീകരണം തരുകയാണ്. ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ കേരള നിവാസികളും പിന്നെ ഇന്ത്യൻ നിവാസികൾ ആരായാലും അവർക്ക് ആദ്യം വേണ്ടത് നമുക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്, PCC. അത് അക്ഷയ സെന്റർ മുഖാന്തരം നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടും. അതിന് ഏകദേശം ഒരു 800 രൂപയാണ് ചാർജ്. അത് ആദ്യം നമുക്ക് വേണം. അതിന് 6 മാസത്തെ വാലിഡിറ്റി ഉണ്ട്. പിന്നെ വേണ്ടത് പെർമിറ്റ് ആണ്. പെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപ് നിവാസിയുടെ സമ്മതത്തോടെയും നമുക്ക് ദ്വീപിലേക്ക് പോകാൻ പറ്റുക, അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ആയിട്ട് മറ്റുമായിട്ട്. അതിന് വേണ്ടത് നമുക്ക് ആധാർ കാർഡിന്റെ ഒരു കോപ്പി വേണം, ഒരു ഫോട്ടോ വേണം, ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും വേണം. ഇത് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ദ്വീപിലേക്കാണോ വേണ്ടത്, എത്ര ദിവസമാണോ വേണ്ടത്, അത്രയും ദിവസത്തിന് നമുക്ക് പിന്നെ ലക്ഷദ്വീപ് ഗവൺമെന്റ് നമുക്ക് പെർമിറ്റ് തരും. അപ്പൊ ആ ഒരു ദിവസം മാത്രമേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുക. അതിൽ കൂടുതൽ ദിവസം നമുക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. അതിന് ഒരു ചാർജ് ഉണ്ട്. ഒരു ദിവസത്തിന് 200 രൂപ എന്നുള്ള നടക്കും. പിന്നെ ഒരു ഗവൺമെന്റ് ഫീ വേറെ ഉണ്ട്. പിന്നെ സ്പോൺസർക്ക് ഒരു ചെറിയ ഫീസ് ഉണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അത് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ കപ്പലിന് പോകാം, ഫ്ലൈറ്റിന് പോകാം. കപ്പലിന് ഇപ്പോൾ ടിക്കറ്റ് IRCTCന്റെ അതിലാണ് കപ്പലിന്റെ ടിക്കറ്റ് കൊടുക്കുന്നത്. പിന്നെ ഫ്ലൈറ്റിന് പോകാം. ഫ്ലൈറ്റ് അഗത്തിയിലേക്കുള്ളത്. അഗത്തിയിൽ നിന്ന് പിന്നെ വേറെ ഒരു ദ്വീപിലേക്കാണ് പോകേണ്ടത് വെച്ചാൽ ആ ദ്വീപിലേക്ക് വെസൽ സർവീസ് ഉണ്ട്. വെസൽ സർവീസ് എന്നാൽ ഹൈ സ്പീഡ് ബോട്ട്, അതും ഓൺലൈനിൽ തന്നെ ടിക്കറ്റ് കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദ്വീപിലേക്ക് പോകാനുള്ള പെർമിറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ അതിലൂടെ പോകുന്ന ഷിപ്പോ അതല്ലെങ്കിൽ വെസലോ ആയിരിക്കണം. അതിലൂടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏത് ദ്വീപിലൂടെയാണ് ഇപ്പോഴേക്കാ പോകേണ്ടത് ആ ദ്വീപിലേക്കുള്ള പെർമിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. എന്നെങ്കിലുള്ളൂ അതിലേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടുക, വെസലിനും ഷിപ്പിനും. പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഏത് ദ്വീപിലേക്കുള്ളവർക്കും കിട്ടും. പക്ഷേ അഗത്തിയിൽ നിന്ന് പിന്നെ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്ര ഉള്ള വെസലിന്റെ ടിക്കറ്റ് നമ്മൾ പിന്നെ അവിടുന്ന് അഗത്തിയിൽ നിന്ന് എടുക്കണം. പിന്നെ ഒന്നുകിൽ അഗത്തിയിൽ നിന്ന് കവരത്തിയിലേക്കുള്ള പെർമിറ്റ് എടുക്കണം. അങ്ങനെയൊക്കെയാണ്, ഒരുപാട് നിയമങ്ങളുണ്ട്.